നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ കുടുംബശ്രീയുടെ പ്രീമിയം കഫേക്ക് തുടക്കം. കോഴായിൽ ഇനി പ്രീമിയം രുചി. KM മാണി ടണൽ വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ഗാർഹിക പാചക വാതക വില വർധനയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ രംഗത്ത്. കോട്ടയത്ത് വിറക് അടുപ്പുകൂട്ടി സമരം. എണ്ണ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനാണ് ഇപ്പോഴത്തെ വില വർധനയെന്ന് സമരക്കാർ. ഭക്തിയിലരിഞ്ഞ് ചെറുവള്ളി ഗ്രാമം. ശ്രീദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപനത്തിലേക്ക്. നാളെ ആറാട്ട്. അന്യായമായ കോർട്ട് ഫീസ് വർധന പിൻവലിക്കണമെന്ന ആവശ്യം. കാഞ്ഞിരപ്പള്ളി കോടതിക്ക് മുന്നിൽ അഭിഭാഷകരുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കോഴായിലെ KM മാണി ടണൽ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ ആരംഭിച്ച കുടുംബശ്രീ പ്രീമിയം കഫേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം കുടുംബശ്രീ പ്രീമിയം കഫേകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നടന്നു. കുറവലങ്ങാട് കോഴായിൽ KM മാണി ടണൽ വിശ്രമ കേന്ദ്രത്തിൽ ആരംഭിച്ച കോട്ടയം ജില്ലയിലെ കുടുംബശ്രീ പ്രീമിയം കഫേയുടെ ഉദ്ഘാടനവും കുടുംബശ്രീ പ്രീമിയം കഫേകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നടന്നു. കുടുംബശ്രീയുടെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് അതിന്റെ കൈപുണ്യമാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കുടുംബശ്രീയുടെ മികവ് കണ്ടാണ് സർക്കാർ കോവിഡ് കാലത്ത് അവരിലൂടെ ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചത്. ഇപ്പോൾ അത് പ്രീമിയം കഫേയിലേക്ക് കടന്നിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തിന് മാതൃകയായ വിഖ്യാതമായ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. 48 ലക്ഷം വനിതകളാണ് കുടുംബശ്രീയിൽ അണിനിരന്നിട്ടുള്ളത്. ആ മുദ്രാഗീതത്തിൽ പറയുന്നത് പോലെ വിരിഞ്ഞു നിൽക്കാം വീഥികൾ നീളെ, വിധിവാക്യങ്ങൾ തിരുത്താം എന്ന് വെറുതെ എഴുതി വെച്ചതല്ല. കേരളത്തിലെ സ്ത്രീ ജീവിതത്തിന്റെ വിധിവാക്യങ്ങളെ, തലയിലെഴുത്തിനെ തിരുത്തിക്കുറിച്ച പ്രസ്ഥാനത്തിന്റെ പേരുകൂടിയാണ് കുടുംബശ്രീ എന്നത്. കേരളീയ സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കുടുംബശ്രീയുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയാണ് KM മാണി ടണൽ വിശ്രമ കേന്ദ്രം വഴി യാഥാർത്ഥ്യമായിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ടണൽ വിശ്രമ കേന്ദ്രത്തിൽ സ്ഥാപിച്ച മുൻ മന്ത്രി KM മാണിയുടെ ഫോട്ടോ അനാച്ഛാദനവും മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെയും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ 3.22 കോടി രൂപ മുടക്കി നിർമ്മിച്ച KM മാണി ടണൽ വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ജോസ് കെ മാണി MP നാടിന് സമർപ്പിച്ചു. ആദ്യഘട്ട നിർമ്മാണമാണ് പൂർത്തിയായിട്ടുള്ളത്. MC റോഡരികിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് വിശ്രമ കേന്ദ്രം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് 2.52 കോടി രൂപയും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് 70 ലക്ഷം രൂപയുമാണ് നിർമ്മാണത്തിനായി മുതൽ മുടക്കിയത്. 3 നിലകളിലായി 13,046 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം. രണ്ടാം നിലയിൽ ഡോർമെറ്ററിയും 150 പേർക്ക് ഇരിക്കാവുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കോൺഫറൻസ് ഹാളുമാണുള്ളത്. രണ്ടാം ഘട്ടമായി 3-ാം നില പൂർത്തിയാക്കി വനിതകൾക്കുള്ള ഷീ ലോഡ്ജ് സജ്ജമാക്കും. താഴത്തെ നിലയിലാണ് പ്രീമിയം കഫേ. കുടുംബശ്രീ വനിതകളെ ഉൾപ്പെടുത്തിയുള്ള കൺസോർഷ്യത്തിനാണ് നടത്തിപ്പ് ചുമതല. ജീവനക്കാരായി ബ്ലോക്ക് പരിധിയിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും 40 വനിതകളെ തെരഞ്ഞെടുത്ത് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്. ജില്ലയിലെ ആദ്യത്തേതും സംസ്ഥാനത്തെ 8ാമത്തേതും പ്രീമിയം കഫേയാണ് കോഴായിൽ ആരംഭിച്ചത്. ചടങ്ങിൽ മോൻസ് ജോസഫ് MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേടത്ത്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീയെ സംബന്ധിച്ച് പ്രീമിയം കഫേ എന്ന് പറയുന്നത് ഇതുവരെ ചെയ്തതിലുള്ള ഒരു കാറ്ററിംഗ് സർവീസ് അല്ലെങ്കിൽ ഒരു കഫറ്റീരിയ സർവീസിൽ നിന്നും കുറച്ചുകൂടി ഒരുപടി മുകളിൽ ഒരു പ്രീമിയം ലെവലിൽ ഒരു 3 സ്റ്റാർ ലെവലിലുള്ള ഫുഡ് അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമനുസരിച്ചുള്ള ഭക്ഷണം നൽകാൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇവിടെ നമുക്ക് രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ ഈ റെസ്റ്റോറൻറ്റ് തുറന്ന് പ്രവർത്തിക്കും. ഇതോടനുബന്ധിച്ച് തന്നെ ടേക്ക് എ ബ്രേക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ചെറിയൊരു കഫറ്റീരിയ കൂടെ ഇതിൻ്റെ സൈഡിലുണ്ടാവും. ഈ പ്രീമിയം റെസ്റ്റോറൻറ്റ് ഇനാഗുറേഷനോടനുബന്ധിച്ച് തന്നെ ഇതിനോട് ചേർന്ന് നമ്മളൊരു 4 ദിവസത്തെ ഫുഡ് ഫെസ്റ്റിവലും കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അന്യായമായ ഗാർഹിക പാചക വാതക വില വർധനയ്ക്കെതിരെ KSKTUവിന്റെ നേതൃത്വത്തിൽ കോട്ടയത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അടുപ്പുകെട്ടി സമരം നടത്തി. KSKTU വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പാചകവാതക വിലവർധനയിൽ പ്രതിഷേധിച്ചുള്ള സമരത്തിന്റെ ഭാഗമായി കോട്ടയത്ത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വിറക് അടുപ്പ് കൂട്ടി കാലി പാചകവാതക സിലിണ്ടറുമേന്തിയാണ് വനിതകൾ ധർണ നടത്തിയത്.
അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KV ബിന്ദു സമരം ഉദ്ഘാടനം ചെയ്തു. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സമയത്ത് എണ്ണ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി മാത്രം എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച നടപടി അംഗീകരിക്കാനാവില്ലെന്ന് സമരക്കാർ പറഞ്ഞു. റേച്ചൽ കുഞ്ഞുമോൻ അധ്യക്ഷയായിരുന്നു. കർഷക തൊഴിലാളി വനിതാ സംഘം കോട്ടയം ജില്ലാ കൺവീനർ റോസമ്മ മത്തായി, കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കോട്ടയം ജില്ലാ സെക്രട്ടറി MK പ്രഭാകരൻ, കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കോട്ടയം ജില്ലാ ജോയിന്റ് കൺവീനർ വത്സമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചെറുവള്ളിയെ ഭക്തിയിലാഴ്ത്തി ശ്രീദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം. ഇന്ന് നടന്ന ഉത്സവ ബലി തൊഴാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തരെത്തി. ആദിപരാശക്തിയും അഭീഷ്ടവരദായിനിയുമായ ചെറുവള്ളി ശ്രീ ഭഗവതിയുടെ തിരുവുത്സവം സമാപനത്തിലേക്ക്. 9ാം ദിനമായ വ്യാഴാഴ്ച ആറാട്ടോടെ തിരുവുത്സവം സമാപിക്കും. ഉച്ചയ്ക്ക് 12:15 ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിപ്പ്. വൈകിട്ട് 5 മണിക്ക് ആറാട്ടുകടവിൽ നിന്നും ദേവി തിരിച്ചെഴുന്നള്ളും. രാത്രി 8 മണിക്കാണ് ആറാട്ട് എതിരേൽപ്പ്. ഇന്ന് രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം പന്തീരടി പൂജയും നവകവും ആയിരുന്നു ചടങ്ങ്. തുടർന്ന് ഉത്സവ ബലി ദർശനവും നടന്നു. 100 കണക്കിന് ഭക്തർ ഉത്സവ ബലി തൊഴുത് അനുഗ്രഹം തേടി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അന്യായമായ കോർട്ട് ഫീസ് വർധനയ്ക്കെതിരെ കാഞ്ഞിരപ്പള്ളി ബാർ അസോസിയേഷൻ പ്രതിഷേധിച്ചു. കാഞ്ഞിരപ്പള്ളി കോടതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. ബൈജു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജ്മോഹൻ, അഡ്വക്കേറ്റ് D. മുരളീധർ, അഡ്വക്കേറ്റ് MA ഷാജി, അഡ്വക്കേറ്റ് അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നേ ദിവസം അന്യായമായ കോർട്ട് ഫീ വർധനവിനെതിരെ അവരുടെ തൊഴിൽ ഇന്നേ ദിവസം അഭിഭാഷക വൃത്തിയിൽ നിന്നും ഒരു ദിവസത്തേക്ക് വിട്ടുനിന്നുകൊണ്ട് ഈ അന്യായമായ കോർട്ട് ഫീ വർധനവിനെതിരെ അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിനോടൊപ്പം കാഞ്ഞിരപ്പള്ളി ബാർ അസോസിയേഷൻ പങ്കാളിയായിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണക്കാരൻ്റെ നീതിക്കുള്ള അവസാനത്തെ അത്താണിയായി കോടതിയിലേക്ക് ഈ അന്യായമായ കോർട്ട് ഫീ വർധന മൂലം അവന് കടന്നു വരാനും അവൻ്റെ നീതി നേടാനുള്ള അവസരം നിഷേധിക്കുകയാണ്. അതിനെതിരെയാണ് അഭിഭാഷകർ ഇന്ന് സമരം ചെയ്യുന്നത്. ഈ സമരത്തിന് അഭിഭാഷകരോടൊപ്പം സാധാരണക്കാരുടെയും പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും കാഞ്ഞിരപ്പള്ളി ബാർ അസോസിയേഷൻ ഈ അന്യായ കോർട്ട് ഫീ വർധനയെതിരെയുള്ള സമരത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊള്ളുന്നതായിട്ടും പ്രഖ്യാപിക്കുന്നു. വൃക്കരോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പൊൻകുന്നം ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ബിനുവിനായുള്ള ചികിത്സാ സഹായധനം കൈമാറി. ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഒരു ദിവസത്തെ വേതനമാണ് സഹായധനമായി കൈമാറിയത്. പൊൻകുന്നം തോണിപ്പാറ സ്വദേശിയും പൊൻകുന്നം സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറുമായിരുന്ന ബിനു TK വൃക്കരോഗബാധിതനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വൃക്ക മാറ്റിവയ്ക്കൽ മാത്രമാണ് മുന്നോട്ടുള്ള ഏക പോംവഴി. ബിനുവിന്റെ ചികിത്സയ്ക്കായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. പൊൻകുന്നം ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരു ദിവസത്തെ വേതനം മാറ്റിവെച്ചാണ് ചികിത്സാ സഹായ നിധിയിലേക്ക് പണം സ്വരൂപിച്ചത്. 1,40,000 രൂപയാണ് ഇവർ സമാഹരിച്ചത്. ഓട്ടോ സ്റ്റാൻഡിൽ നടന്ന യോഗം ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തുച്ഛമായ വരുമാനം മാത്രമുള്ള വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ തങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും പരാധീനതകളും എല്ലാം മാറ്റിവെച്ച് എൻ്റെ സഹോദരൻ്റെ ജീവനാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള ഒരു വലിയ സന്മനസ് എന്ന് പറയുന്നത് വലുതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആധുനിക കാലഘട്ടം ഒരു പക്ഷേ മനസാക്ഷിയില്ലാത്ത സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും മനസാക്ഷിയുടെ കിരണങ്ങൾ, വിളക്കുകൾ, ദീപങ്ങൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഇന്നത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ തരത്തിലൊരു പ്രവൃത്തി ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെറുതല്ലാത്ത 1,40,000 രൂപ നമുക്ക് ഈ ഓട്ടോ കളത്തിൽ നിന്ന് തന്നെ അവരുടെ വരുമാനം എന്ന രീതിയിൽ ഒരു ദിവസം ഉണ്ടായിരുന്ന വരുമാനം തന്നെ കളക്ട് ചെയ്യാനും അത് ബിനുവിന് സംഭാവന ചെയ്യാനും വേണ്ടിയുള്ള വലിയ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത്. പൊൻകുന്നം SI അനിൽകുമാർ സഹായധനം ചികിത്സാ സഹായ സമിതി ഭാരവാഹികളായ B. രവീന്ദ്രൻ നായർ, ഷാക്കി സജീവ് എന്നിവർക്കായി കൈമാറി. ഓട്ടോറിക്ഷ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ PS സലാഹുദ്ദീൻ അധ്യക്ഷനായി. ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ KM ദിലീപ്, സന്തോഷ് K, മനോജ് KG, രാധാകൃഷ്ണൻ, ജഗദീഷ്, മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി സാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേന്ദ്ര സർക്കാരിന്റെ പ്രവാസികളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് പ്രതിഷേധ ധർണ നടത്തി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഐസക് പ്ലാപ്പള്ളി സമരം ഉദ്ഘാടനം ചെയ്തു.
പ്രവാസികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രവാസികൾ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പ്രവാസികൾക്ക് പെൻഷൻ നൽകുക, കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പെൻഷൻ പദ്ധതി പുനരാരംഭിക്കുക, പ്രവാസികളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, പെൻഷൻ പദ്ധതിയിൽ മാറ്റം വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം നടത്തി. കോട്ടയത്ത് ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തെ തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന പ്രസിഡന്റ് ഐസക് പ്ലാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പ്രവാസികളുടെ പെൻഷൻ വർദ്ധിപ്പിക്കുകയും അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് എല്ലാ പ്രവാസികൾക്കും 70 വയസ്സ് 90 വയസ്സ് 80 വയസ്സുള്ളവർക്കും പെൻഷൻ കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്രാരംഭ ധർണകൾ നടത്തുന്നത്. അതുകൂടാതെ അതുപോലെ തന്നെ പ്രവാസികളുടെ 10-12 പ്രശ്നങ്ങളുണ്ട്, നിവേദനങ്ങളുണ്ട്. അതിവിടെ പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ സംസാരിക്കുന്നതിനും അത് നേടിയെടുക്കുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് കേരള നിയമസഭയിലെ നമ്മുടെ MLA അവതരിപ്പിക്കും, മന്ത്രി അവതരിപ്പിക്കും, ജോസ് കെ മാണി MP നമ്മുടെ പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കും. ശക്തനായ നേതാവാണ് ജോസ് കെ മാണി. 8 വർഷത്തിന് നേരിടുന്ന പാർലമെന്റിൽ ശബ്ദിക്കുന്നതും നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം TV കൂടെ കാണുന്നതാണ്. അപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്ത് നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി AR സലീം, ആലപ്പുഴ സെക്രട്ടറി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്ത്യൻ പുരോഹിതർക്ക് നേരെ ആക്രമണം നടത്തിയ സംഘപരിവാറുകാരെ ന്യായീകരിക്കുന്ന PC ജോർജ് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ക്രിസ്ത്യൻ പെൺകുട്ടികൾ വേലിച്ചാട്ടക്കാരാണെന്ന് പ്രചരണം നടത്തുന്ന ജോർജ് കത്തോലിക്ക സമൂഹത്തിന് അപമാനമാണെന്നും സജി മഞ്ഞക്കടമ്പിൽ കുറ്റപ്പെടുത്തി. നമ്മുടെ PC ജോർജ് ഏറ്റവും കൂടുതൽ പറയുന്നത് ലവ് ജിഹാദിനെ കുറിച്ചാണ്. അദ്ദേഹമാണ് പറയുന്നത്. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല, സ്വാഭാവികമായിട്ട് അത്തരത്തിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ചില കോണുകളിൽ അതിനുള്ള ശ്രമമുണ്ട് എന്ന് ഒക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ലവ് ജിഹാദിനെ കുറിച്ച് ഒരിക്കലും ശ്രീ PC ജോർജിന് പറയാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വർഗീയ വിഭജനം ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം നടത്തുവാനുള്ള ജോർജിന്റെ നീക്കം അവസാനിപ്പിക്കണം, RSSന്റെ നീക്കം അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക്. പാലാ മരിയ സദനത്തിൽ പുതുതായി നിർമ്മിച്ച പാലിയേറ്റീവ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലാഭേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക എന്നതാണ് ഭാരതീയ പാരമ്പര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പാലാ മരിയ സദനത്തിൽ പുതുതായി നിർമ്മിച്ച പാലിയേറ്റീവ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലാഭേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക എന്നാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യം. അതാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഓർക്കുകയാണ് ഒരു വചനം, ആരുമില്ലാത്തവരുടെ പിതാവാണ് ഞാൻ എന്ന് ദൈവം അവരോട് പറയുന്നു. ആരുമില്ലാത്തവരുടെ പിതാവ് അത് ദൈവമാണ്. അതുപോലെ തന്നെ ഒരുത്തൻ ദുഃഖിക്കുകയാണെങ്കിൽ അവനോടൊപ്പം ദുഃഖിക്കാനും, ഒരുത്തൻ ബഹുമാനിക്കപ്പെടുകയാണെങ്കിൽ അവനോടൊപ്പം തന്നെ സന്തോഷിക്കുവാനും പറയുന്ന വേറൊരു വാക്യം ഞാനിവിടെ ഓർക്കുന്നു. മനുഷ്യൻ എന്ന അളവുകോൽ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് മരിയ സ്ഥാനത്തിന്റെ സവിശേഷതയെന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് അഭിപ്രായപ്പെട്ടു. കിരണകവി എന്ന ഭവനം തൊട്ടുകൂടായ്മയുടെ ഇടങ്ങളെ പൂരിപ്പിക്കുന്നുവെന്നും പിതാവ് പറഞ്ഞു. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചയാണ് ഇതുപോലുള്ള ഭവനങ്ങളിൽ നടക്കുന്നത്. ശരിക്കും ഒരു ഇൻകാർണേഷൻ, മനുഷ്യാവതാരം ഇവിടെ നടക്കുന്നുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന വലിയൊരു ഇടമാണിവിടെ. കരുണ കരകവിയുന്ന ഭവനമാണ് മരിയ സദനം. ഈശോയിലേക്കുള്ള അകലം ഇവിടെ കുറയുകയാണ്. പ്രമുഖ കരാർ കമ്പനിയായ രാജി മാത്യു ആൻഡ് കമ്പനിയാണ് പാലാ മരിയ സദനത്തിന് സൗജന്യമായി ബഹുദിന മന്ദിരം നിർമ്മിച്ചു നൽകിയത്. യോഗത്തിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷത വഹിച്ചു. ജോസ് കെ മാണി MP, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, PC ജോർജ് XMLA, BJP കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, സന്തോഷ് മരിസാനം, രാജി മാത്യു പ്ലംബാനി, പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ, ഫാദർ ജോർജ് പഴയവറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ നഗരസഭ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ജോസ് കെ മാണി MPയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓപ്പൺ ജിം തുറന്നു നൽകി. ജോസ് കെ മാണി MP ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷനായി. വൈസ് ചെയർമാൻ ബിജി ജോജോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവിയോ കാവുകാട്ട്, ജോസ് ചീരാങ്കുഴി, ലിസിക്കുട്ടി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. അറിയിപ്പ്
കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ പരിശീലന വിഭാഗം മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏപ്രിലിൽ ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള കോഴ്സിലേക്ക് പ്രീ ഡിഗ്രി +2 SSLC യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ 7994 449314. മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ ആരംഭിക്കുന്ന ഫ്രഞ്ച് A1 ലെവൽ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. താൽപര്യമുള്ളവർ ഏപ്രിൽ 15-ന് മുൻപ് കോളേജിലെത്തി പ്രവേശനം നേടണം. വിവരങ്ങൾക്ക് ഫോൺ 9495 069307. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ കുടുംബശ്രീയുടെ പ്രീമിയം കഫേക്ക് തുടക്കം. കോഴായിൽ ഇനി പ്രീമിയം രുചി. KM മാണി ടണൽ വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ഗാർഹിക പാചക വാതക വില വർധനയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ രംഗത്ത്. കോട്ടയത്ത് വിറക് അടുപ്പുകൂട്ടി സമരം. എണ്ണ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനാണ് ഇപ്പോഴത്തെ വില വർധനയെന്ന് സമരക്കാർ. ഭക്തിയിലരിഞ്ഞ് ചെറുവള്ളി ഗ്രാമം. ശ്രീദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപനത്തിലേക്ക്. നാളെ ആറാട്ട്. അന്യായമായ കോർട്ട് ഫീസ് വർധന പിൻവലിക്കണമെന്ന ആവശ്യം. കാഞ്ഞിരപ്പള്ളി കോടതിക്ക് മുന്നിൽ അഭിഭാഷകരുടെ പ്രതിഷേധം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.